ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വെറുതെ വിട്ടിരുന്നെങ്കിൽ ആ ഭാഗം ചാരിയിരിക്കായിരുന്നു. അയ്യോ, ഇത് ഇഞ്ചിഞ്ചായിട്ടാണല്ലോ ചവിട്ടിയെ. അല്ല, ഇത് എങ്ങോട്ട് പോവാ? എടാ, എന്നെ ഒന്ന് വീട്ടിലാക്കിയിട്ട് പോടാ കൊച്ചനെ. ഞങ്ങൾക്ക് ഇങ്ങോട്ടാ പോകണ്ടേ. എടാ, എന്നെ ഒന്ന് കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് നിനക്ക് പോയാ പോരാടോ പ്രതാപ? പോരാ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം. എടാ, ഒന്ന് നിർത്തടാ, ഒന്ന് ആക്കിയിട്ട് പോടാ. വണ്ടി നിർത്താ. ഇറങ്ങടാ. എടാ, കണ്ണിച്ചോരയില്ല സംസാരിക്കാത്ത. നീ ഒന്ന് ഇറങ്ങി അങ്ങോട്ട്. എന്നെ ഈ പരുവത്തിലാക്കിയത് നീ ഒറ്റ എടുത്തിട്ടാടാ. കുറച്ച് മനുഷ്യത്വത്തോടെ സംസാരിക്കടാ. അത് മനുഷ്യന്മാരോട് പോരടാ. നീ ഇപ്പൊ മര്യാദക്കൊന്ന് ഇറങ്ങി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പകുതി ചത്ത നിന്നെ തൂക്കിയെടുത്ത് പുറത്തുകളയാൻ ഞാൻ ഇവരോട് പറയും. അത് വേണോ? എടാ പ്രതാപ, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാടാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഇറങ്ങി മുമ്പിലിരിക്കുക, ഞാൻ പിന്നിലേക്ക് ഇരിക്കാം. എനിക്കൊന്ന് കിടക്കുകയും ചെയ്യാലോ. വീട്ടിലോട്ട് ചെറിയ ദൂരമേ ഉള്ളെങ്കിൽ പോലും അത്രയും ദൂരം പോലും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ശരി, നീ പിന്നിൽ വന്നിരിക്കേ. എന്നാ നീ ഇറങ്ങ. ഇറങ്ങടാ. വിടറാ. എടാ എടാ പ്രതാപ, വണ്ടി നിർത്തടാ. നീ പോടാ. നീ നശിച്ചു പോടാ. നീ നശിച്ച് നാരായണകൽ എടുക്കൂടാ. നീ വേഗം വിട്ടോ. അയ്യോ, ഇവിടെ നിന്നാ ഇനി ഓട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട് വരെ എങ്ങനെ നടക്കും? അവൻ്റെ അമ്മോ, വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടി പണം എണ്ണി കൊടുത്തതാ ഞാൻ. അതിൻ്റെ നന്ദി പോലും ഇല്ല. പാപദ്രോഹി. അയ്യോ അയ്യോ. ഓ ഓ. അതെ, കരുണയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനങ്ങോട്ട് പോയാൽ വഴക്കാവും. അതുകൊണ്ട് അമ്മ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്ക്. മോൾക്ക് നീ ആഹാരം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും എന്താ അവൾക്ക് വേണ്ടെന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. നിന്റെ കെട്ടിയോനെ റിമാൻഡ് കഴിഞ്ഞ് വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവനെ ജയിലിൽ കിടന്ന് മടുത്തു വരുക. അവന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്നുണ്ടാക്കി കൊടുക്ക. അത് അമ്മ തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താ മതി. ഞാൻ അയാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും പാകപ്പെടുത്താൻ പോകുന്നില്ല. അവനിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഇതുവരെ അവൻ വരാത്തത്. ഇനി അവനെ വീണ്ടും ജയിലിൽ പിടിച്ചിട്ടോന്ന് എനിക്കറിയാൻ മേലേ. ദേ, വണ്ടി വന്നു. അങ്ങേര് അതിനകത്ത് കാണും. അയ്യോ എന്റെ ദൈവമേ, ഇവനിതെന്താ പറ്റിയത്? ജയിലിൽ നിന്ന് തല്ലി നടുവോടിച്ചാണോ വിട്ടത്? എന്റെ ഭഗവതി, എന്തൊക്കെ കാണണോ ഇനി? അയ്യോ, എന്ത് പറ്റിയടാ പ്രതാപ? എന്താ മോനെ? പറയണ്ടമ്മേ, എല്ലാം പറയാം. എന്താ മോനെ? പൊക്കോ പൊക്കോ. വാ മക്കള് വാ. അയ്യോ, അതൊക്കെ എന്തോ ചെയ്യോ എന്തോ. നിനക്ക് സന്തോഷിക്കാൻ വയ്യോണ്ടേ. നീ കൂടെ അറിഞ്ഞിട്ടായിരിക്കല്ലോ എന്നോട് ഈ ചതി ചെയ്തത്. എടാ എന്താടാ പറ്റിയേ? ഒന്നും പറയണ്ടമ്മേ. ജയിലിൽ നിന്ന് ഇറങ്ങി ഞാനും മാമനോട് വരുമായിരുന്നു.
ആ സമയത്ത് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു നിർത്തി ആ. ഞങ്ങളെ മാർക്കോയും ലോപ്പസും കൂടെ കൂട്ടിക്കൊണ്ടുപോയത്. ഓ അപ്പൊ ഇനി ബാക്കി പറയണ്ട. തല്ലി അവന്മാര് പരിപ്പിളക്കി കാണും.